ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ഭാരതപ്പുഴയിലെ മണലെടുപ്പിനുള്ള സ്ഥലം അടയാളപ്പെടുത്തൽ ഒറ്റപ്പാലത്ത് തുടങ്ങി. രണ്ടാം ഘട്ട സ്ഥലം അടയാളപ്പെടുത്തലാണ് ഒറ്റപ്പാലം താലൂക്കിൽ തുടങ്ങിയത്. ഒറ്റപ്പാലം സബ് കളക്ടർ നോഡൽ ഓഫീസറായ പ്രത്യേക സമിതിയുടെ നേതൃത്വത്തിലാണ് മണലെടുക്കാനുള്ള രണ്ടാം ഘട്ട സ്ഥല നിർണയം നടക്കുന്നത്. ഇതിൽ ഒറ്റപ്പാലം താലൂക്കിൽ 5 ഇടങ്ങളാണ് അടയാളപ്പെടുത്തിയത്. ലക്കിടി 1, ഒറ്റപ്പാലം 2, ഷൊർണൂർ 1, 2 വില്ലേജുകളിലായി 5 ഇടങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ മണലെടുപ്പിനായി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്ഥലങ്ങളിൽ തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച് പോസ്റ്ററുകൾ സ്ഥാപിച്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇതോടെ ഒറ്റപ്പാലം താലൂക്ക് 2 ഘട്ടങ്ങളിലായി 15 സ്ഥലങ്ങളാണ് മണലെടുപ്പിന് നിർണയിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം, ഷൊർണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് മണലെടുക്കുക. ഒറ്റപ്പാലം സബ് കളക്ടർ, ജില്ലാ ജിയോളജിസ്റ്റ്, ജില്ലാ സർവേ സൂപ്രണ്ട്, തഹസിൽദാർമാർ, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവരുൾപ്പെട്ട പ്രത്യേക സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. തുടർന്ന് പാരിസ്ഥിതികാനുമതി ലഭിച്ച ശേഷമാകും മണലെടുപ്പ് തുടങ്ങുക. 2016 മണൽവാരൽ നിലച്ചത്. നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി അനുമതി ലഭിച്ച ശേഷം ഭാരതപ്പുഴയിലെ മണൽവാരലുണ്ടാകും. 2 പ്രളയങ്ങൾക്ക് ശേഷം മണലടിഞ്ഞുകൂടി പല പ്രദേശങ്ങളിലും പുഴയുടെ ഒഴുക്ക് നിലയ്ക്കുകയോ വഴിമാറി ഒഴുകുകയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് മണൽവാരൽ നടപടി തുടങ്ങിയിരുന്നത്. ഭാരതപ്പുഴയിൽ നിന്ന് 4.25 ലക്ഷം ടൺ മണൽ വാരാനാകുമെന്ന് റവന്യൂ വകുപ്പ് നേരത്തെ കണക്കാക്കിയിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.